ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതാക്കണ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോണത്. അപ്പോൾ ആരുതാന്ന് വെച്ചാൽ ഇവിടെ സെലിൻ്റെ അനിയൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട്, രണ്ടാമത്തെ വയസ്സാവുകയാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ കമ്പളക്കാട് വെച്ചിട്ടാണ് കേട്ടോ ബർത്ത്ഡേ ഉള്ളത്. അന്നേരം ഇതാ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഞാനും പിന്നെ കുട്ടികളും ഉമ്മാൻ്റെ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോണത്. അങ്ങനെ ഇതാ ഞങ്ങൾ മേലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ സെലിവിടെ സ്റ്റിക്കർ ഒട്ടിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാന്ന് എഴുതിയതാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ സച്ചുമോനും സെലിമ്പാട് എന്താക്കി അത് ഒട്ടിക്കലൊക്കെയാണ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ പിന്നെ പുറകിലും ഒട്ടിക്കണുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം കുളിച്ചിട്ട് വന്നുകൊണ്ട് എനിക്ക് പിന്നെ അധികം വെയിലുള്ള പറ്റാത്തതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ട് അത് നോക്കാനൊന്നും നിന്നില്ല. പിന്നെ ഇതാ പുറകിലും കൂടി ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവിടെയും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതാക്കണം അങ്ങനെ പോയിട്ടോ. പിന്നെ മേപ്പാടിയാണ് ഞങ്ങളെ വന്നിട്ട് ഇറക്കിയത് കേട്ടോ ഇവർ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് ബസ്സിന് പോകണം കേട്ടോ, മാനന്തവാടി ബസ്സിനാണ് പോകണം കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മാനന്തവാടി ബസ് ഞങ്ങൾക്ക് കിട്ടിട്ടോ. ഞാനും റിച്ചുമോനും ഉമ്മയും ഒരു സീറ്റിലായിരുന്നിട്ടുണ്ട്. അത് സച്ചുമോനും തൊട്ടപ്പുറത്ത് ഇരുന്നിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കമ്പളക്കാട് പോയിട്ട് ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ വാങ്ങി നേരെ ഓട്ടോ വിളിച്ചിട്ടോ അല്ലെ വീട്ടിലെത്തിട്ടോ. അങ്ങനെ ഇത് അകത്ത് കയറിട്ടോ. അപ്പോൾ ഇതാ എസക്ക് ഒരു ലേസൊക്കെ എടുത്ത് കൊടുത്തിട്ടോ. പിന്നെ ഇച്ചുമോനും എന്തോ കുറുമ്പ് കാണിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എസ ബേബിൻ്റെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഉച്ച സമയമായപ്പോൾ നമ്മൾ ചോറ് തിന്നാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ കാത്തിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ തിന്നോട്ടോ. നല്ല അടിപൊളി മീൻകറിയും ഉപ്പേരിയും പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നിന്നപ്പോൾ എസനോട് ഇങ്ങനെ വർത്താനം പറയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സേമിയൻ തലേന്ന് തന്നെ ഓളൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പാലൊക്കെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പായസം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാക്കണേ പിന്നെ ഇളച്ചിയും ഓരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒരു കുട്ടിയൊക്കെ എന്തൊക്കെ കൊടുക്കണമൊക്കെ വണ്ടിയിൽ നിന്ന് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് കേട്ടോ. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പായസമൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തേക്കണം കേട്ടോ. പിന്നെ ഇതാ സച്ചുമോനും പൊന്നൂസും ഇവിടെ കിച്ചൺ സെറ്റിൽ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊന്നൂസ് എന്തെല്ലാം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാജി കൂടുന്നതാണ് കേട്ടോ. എസക്ക് ജീപ്പും അതേപോലെ പിന്നെ ഇച്ചുവിന് സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഇച്ചുവിൻ്റെ സൈക്കിളിൽ ഇങ്ങനെ റിച്ചുമോന് എസനി വെച്ചങ്ങാണ്ട് ഇങ്ങനെ ഉന്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഉമ്മയും ഓളോ വലിയമ്മയൊക്കെ ഇരുന്നങ്ങോട്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ കുറേ നേരം ഇവിടെ അങ്ങനെ ഇരുന്ന് കുറേ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കുറേ ഇരുന്ന് അങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ അങ്ങനെ ചായ കട്ടൻ ചായയും ബേക്കറിയും അലുവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊടുങ്ങാണ്ട് എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നേരത്തെ തലേന്ന് തന്നെ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഒരു 5:30 ആയപ്പോൾ ഇതാക്കണ പിന്നെ ബലൂണും അങ്ങനത്തെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന നല്ല പെരും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരമായിരുന്നു ഇതിങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നല്ലൊരു മഴ പെയ്തു കേട്ടോ. വൈകുന്നേരം മഴ പെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. രാത്രി മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇതാക്കണ പള്ളിയിൽ നിന്ന് ടേബിളും കസേരയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴൻ്റെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഉണ്ടാക്കിയ പായസം ഞങ്ങൾ തന്നെ ഒന്ന് കുടിച്ച് നോക്കട്ടെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ പായസം കുടിച്ചിട്ടോ. പിന്നെ ഇതാ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആങ്ങളെയും പിന്നെ സച്ചും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കേക്കും കൊണ്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു പിന്നെ 6:30 ആയപ്പോഴേക്കും ഇതാക്കണ ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തതൊക്കെ ഇവിടെ ഓലിങ്ങനെ ഒട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികളെ മാനേജ് ചെയ്യാനാണ് ഭയങ്കര പാട് കേട്ടോ. കാരണം അവർ ഒട്ടിക്കണമൊക്കെ എടുത്തുങ്ങാണ്ട് കളിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചുമരുമൊക്കെ പോയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം ഇവിടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ 2 ഇളച്ചികളാണ് അത് പിന്നെ ചെയ്യണത് കേട്ടോ. അങ്ങനെ കൂടെ ഇതാക്കണ സാജിയും കൂടിയും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ 3 പേരും ഇതൊക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേക്ക് മുറിക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയാക്കി എടുക്കാൻ കേട്ടോ എല്ലാവരും വരുമ്പോഴേക്കും. അങ്ങനെ ഇതാ പിന്നെ ബലൂണും കാര്യങ്ങളും ഒക്കെ വെക്കൽ തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറ് പുറത്തുനിന്ന് ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ മന്തിയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ പിന്നെ സാജിയും ആങ്ങളൊക്കെ അങ്ങനെ അകത്തേക്ക് പിടിച്ച് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടെ ഇങ്ങനെ വർത്താനം പറയുന്നു കേട്ടോ. പിന്നെ 9 കിലോനാണ് തോന്നുന്നു കേട്ടോ മന്തി വെച്ചിട്ടുണ്ടായിരുന്നത്. മന്തിക്ക് സൈഡായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഇതുള്ളത്. ഇതെന്തോ മുളക് ചുട്ടരച്ച ചമ്മന്തിയോ അങ്ങനെ എന്തോ തോന്നുന്നു കേട്ടോ. പിന്നെ മയോണൈസും പിന്നെ ഇതാ വേറെ എന്തോ ഒരു ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ. ഒരു പച്ച കളറിലുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഇതാ മോന് വന്നിട്ടുണ്ടായിരുന്നു. മോന് നേരെ എസൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ടോ ഗിഫ്റ്റ്. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കണതിൻ്റെ ഇടയിൽ ചുമോ വാങ്ങിങ്ങാണ്ട് വേഗം കൊണ്ടുപോയിട്ടോ. കാരണം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അത്. കാരണം രണ്ടും ചെറിയ മക്കളല്ലേ, അതുകൊണ്ടാണ് ഇത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് വേഗം വാങ്ങിയിട്ട് പോകട്ടെ. കാരണം ഓളെ കയ്യിലല്ലോ കൊടുക്കണത്. അപ്പോൾ ഓന് വേഗം വന്നിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി പൊട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ അടിപൊളി ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ സെലിം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ അങ്ങനെ പായസം കുടിക്കുകയാണ്. അപ്പോൾ ഒരു പിന്നെ ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് നേരം വൈകിട്ട് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഇതാ എല്ലാവരും ഇവിടെ ഇരുന്ന് അങ്ങനെ വർത്താനം പറയാൻ കേട്ടോ. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ റസാക്കിൻ്റെ ഫാമിലിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഓളെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എസ് ബേബിക്ക് ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് അങ്ങനെ എസ് ബേബി വേഗം വാങ്ങിട്ടോ. ഞങ്ങളെ വകമായിട്ട് എസ് ബേബിക്കും ഇച്ചുമോനിക്കും ഓരോരോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്നവർക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്കൊന്ന് കേക്ക് മുറിക്കണം കേട്ടോ. അങ്ങനെ ഇതാ പൈസയിൽ കേക്കൊക്കെ മുറിക്കാനുള്ള എല്ലാതും സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും ഇവിടെ ആകാംക്ഷയോടെ അങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ അതായത് ബേബിയും പിന്നെ പൈസയും ഇച്ചുവിനാണെങ്കിൽ പിടിച്ചു കൊടുത്തൊന്നും കിട്ടണില്ല കേട്ടോ. എസ് പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. എസ് നല്ല കൂളായിട്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇതാ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ വായിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ എസ് ബേബിൻ്റെ 2ാം ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ 1ാം ബർത്ത്ഡേൻ്റെ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ചെറിയൊരു കേക്ക് ഉണ്ടല്ലോ, അത് ഇച്ചുവിനെയും കൊണ്ടും ആക്കട്ടോ. കാരണം ഇച്ചുവിൻ്റെത് ഈ മാസം 4-ാം തീയതിയാണ് കേട്ടോ. ജൂൺ 4-ാം തീയതിയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ. എസിൻ്റെത് 31-ാം തീയതി കേട്ടോ, മെയ്യിൽ. അങ്ങനെ ഇതാ ഓനെ കൊണ്ടും പിന്നെ മുറിച്ചിട്ടു. അപ്പോൾ അങ്ങനെ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ആരും പറയുന്നില്ലല്ലോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ എല്ലാവരും അതൊക്കെ പാടി അങ്ങനെ മാഷാല്ലാ ഓൻ്റെതും അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തങ്ങാണ്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ അടുത്തത് നമുക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ. അങ്ങനെ ഇതാ കേക്കൊക്കെ എല്ലാവരും തിന്നിട്ടോ. ഇനി ഇതാ മന്തി കൊടുന്നത് നമ്മളൊന്ന് ഇറച്ചിയൊക്കെ ഒന്ന് മേലിനെ കോരിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പാത്രത്തിലേക്ക് സെറ്റാക്കിയാണ് ഇനി ആളുകളൊക്കെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി ഞാൻ എടുക്കുകയാണ്. അടുത്തത് ഇപ്പം നമുക്ക് എല്ലാവരും ഒന്ന് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരുത്തണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേബിളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ച് പിന്നെ അതാ പ്ലേറ്റൊക്കെ ഇട്ട് പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ആളുകളൊക്കെ ഇരുത്തി അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടോ. പിന്നെ ഇതൊക്കെ ഓളെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവരൊക്കെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കണ്ട് എന്തൊക്കെയാണ് പണികളൊക്കെ ചെയ്തിട്ടോ. പിന്നെ എസ് ബേബി ഇതാക്കണം നല്ല ജീപ്പിൽ അങ്ങനെ കളിക്കാൻ കേട്ടോ. എസ് ബേബി നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ 11 മണിയായിട്ടൊന്നും ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പൈസയിൽ പോലെ ആരൊക്കെ കൊണ്ടുപോയാക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെന്താക്കി ഞങ്ങളെന്നാൽ പോട്ടെ കുട്ടികൾക്ക് മദ്രസ സ്കൂളുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്താക്കി അങ്ങനെ അവിടുന്ന് ഓന് വരാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞാണ്ട് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. എസ് ബേബിയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.